ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇതൊരു ഉപദേശക സമിതിയാണ്. നയത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഉടനീളം പ്രസക്തമായതും തന്ത്രപരവും സാങ്കേതികപരവുമായ ഉപദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ സർക്കാരുകൾക്ക് നൽകി ഒരു ഉപദേശക തിങ്ക് ടാങ്ക് ആയി നീതി ആയോഗ് പ്രവർത്തിക്കുന്നു. ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കിടുന്നതിനും വികസിപ്പിക്കുന്നതിനും സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ, സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തുക എന്നതുമാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിൽ ക്രമേണ ഇവ കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നു. ആസൂത്രണത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന സമീപനമാണ് നീതി ആയോഗ് സ്വീകരിച്ചത്. തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാമുകളും ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുകയും അവയുടെ പുരോഗതിയും ഫലപ്രാപ്തിയും നിരീക്ഷിക്കുകയുമാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. 7 Pillars of നീതി ആയോഗ്. പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, ഇൻക്ലൂഷൻ ഓഫ് ഓൾ, എംപവറിംഗ്, ഇക്വാലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. നീതി ആയോഗിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 തലങ്ങളിലായി തിരിക്കാം. നയങ്ങളുടെയും പദ്ധതികളുടെയും ചട്ടക്കൂടുകളുടെ നിർമ്മാണം, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക്, നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. ഇന്ത്യ ദി എമേർജിംഗ് ജെയിൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ നിലവിലത്തെ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറി. നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ നിലവിലത്തെ സിഇഒ BVR സുബ്രഹ്മണ്യം. 2015 ഫെബ്രുവരി 8-നാണ് ടീം ഇന്ത്യ എന്നറിയപ്പെടുന്ന നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത്. നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 5 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. VK സാരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, ഡോക്ടർ അരവിന്ദ് വീർമണി എന്നിവരാണ് നീതി ആയോഗിന്റെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ളവരെയാണ് നീതി ആയോഗിൽ താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത്. പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത്. നീതി ആയോഗിന്റെ SDG ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളവും ഉത്തർപ്രദേശുമാണ്. ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ കർണാടകമാണ് ടോപ്പ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ മണിപ്പൂറും. കോമ്പോസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സിൽ ഗുജറാത്താണ് ടോപ്പ് റാങ്ക്. നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ പോവേർട്ടി ഉള്ളത് ബീഹാറിലാണ്.